ഉണ്ണിമുകുന്ദനെ തകർക്കാൻ ആരെങ്കിലും എഴുതിയ തിരക്കഥയിലെ ഒരു ടൂളാണോ ഈ വ്യക്തി? തീർച്ചയായും അറിയില്ല. എനിക്ക് ഒരുപാട് പേര് സംശയമുണ്ട്. ഒരുപാട് പേര് എന്റെ സുഹൃത്തുക്കളായിട്ട് എന്നെ കൂടെ നിന്നായിരുന്നു. ഞാൻ എന്റെ പേടിയാ പറഞ്ഞേ. ബിക്കോസ് ഞാനിപ്പോ പറഞ്ഞത് എന്താ, മാഡത്തിന് കാര്യം മനസ്സിലായല്ലോ. വീഡിയോ കണ്ടിരുന്നു, ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അതാണ് കേട്ടില്ല മാം, സോറി. അല്ല, എന്റെ അടുത്ത് നമുക്കറിയില്ല ഏതൊക്കെ ഒഫൻസ് ആണ് അവർ വെച്ച് തരുന്നത്. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് പിന്നെ ഒരു എന്താ പറയാ, ഡെഫിനറ്റ്ലി എന്റെ സേഫ്റ്റി ഞാൻ നോക്കണത്. ഏതൊക്കെ വകുപ്പാണ് ഇപ്പൊ എന്തൊക്കെയാ, ബിക്കോസ് ടോട്ടലി നടക്കാത്ത കാര്യമാണ് എഴുതി ചേർക്കുന്നത്. ഞാൻ എന്റെ പേടിയാ പറഞ്ഞേ. ബിക്കോസ് ഞാനിപ്പോ പറഞ്ഞത് എന്താ, മാഡത്തിന് കാര്യം മനസ്സിലായല്ലോ. ഇഷ്യൂ ഒരിക്കലും ഇയാളെ അടിക്കുന്നതില്ല, ഞാൻ തൊട്ടിട്ടില്ല. നിങ്ങൾക്ക് ഏത് വീഡിയോ കിട്ടിയാലും അതിൽ ഈ അടി ഉണ്ടാവില്ല. ബിക്കോസ് അങ്ങനെ സംഭവിച്ചിട്ടില്ല. സെക്കൻഡ്, ടൊവിനോട് മാറ്റർ ഇതിൽ ഡിസ്കഷനിലേ ഉണ്ടായിരുന്നില്ല. ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആയ കാര്യങ്ങൾ പറയുമ്പോൾ ലൈവായിട്ട് ആ വീഡിയോ കിട്ടുമ്പോൾ ഇയാൾ നടന്നു പോകുന്നൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരാള് പിന്നെ എന്തൊക്കെ കേസാണ് എന്റെ മേലിൽ വെച്ചേക്കുന്നത്, മീൻസ് ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്നൊക്കെ നമുക്ക് അറിയാത്തതുകൊണ്ട് വി ആർ ഓൾസോ വെരി കോഷ്യസ്. അസിൻ എന്താണ് ചെയ്യുന്നത്, എനിക്കും എന്നെയും അങ്ങനെ ആ കൂട്ടുകാരില്ല എന്ന് പറഞ്ഞാലും കൂട്ടുകാരുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു അനാഥനായ വ്യക്തിയല്ല ഞാൻ. ഒരു ഘട്ടത്തിൽ ഉണ്ണിക്കെതിരെ ഒരു നടിമാരോട് നിരന്തരം പരാതി പറയുന്നു, അത് ഉണ്ണിയെ അറിയിക്കുന്നു, നടിമാർ പരാതിയായി പറയുന്നു. അങ്ങനെ പറയാൻ വിപിന് ഉണ്ണിയോട് എന്താണ് ഇത്ര പറഞ്ഞത്? ഭയങ്കര സ്പൈസി ചോദ്യമാണ്. പക്ഷെ എനിക്ക് ഉണ്ണിമുകുന്ദനെ തകർക്കാൻ ആരെങ്കിലും എഴുതിയ തിരക്കഥയിലെ ഒരു ടൂളാണോ ഈ വ്യക്തി? തീർച്ചയായും. അങ്ങനെ തിരക്കഥാകൃത്തുക്കൾ ആരായിരിക്കും? അറിയില്ല. എനിക്ക് ഒരുപാട് പേര് സംശയമുണ്ട്. ഒരുപാട് പേര് എന്റെ സുഹൃത്തുക്കളായിട്ട് എന്നെ കൂടെ നിന്നായിരുന്നു. അതിൽ പച്ചയ്ക്ക് പല ആൾക്കാർക്കും ഈ വിഷയം, ടോവിനോടെ വിഷയം ഫേക്ക് ആണെന്ന് ചോദിച്ചവർ അതേന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മുഖത്ത് നോക്കി അതേന്ന് പറഞ്ഞവരുടെ പേര് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഞാൻ ഒരു ഘട്ടത്തിൽ അവരുടെ സുഹൃത്തുക്കളായിട്ട് കണ്ട ആളായതുകൊണ്ട് ഞാൻ പേരുകൾ എടുത്തിട്ട് ഒരു മസാല സ്റ്റോറിലേക്ക് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവര് എന്റെ ശത്രുക്കളാണ് എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ പിന്നെ അത് അങ്ങനെ എടുക്കാം. പക്ഷെ സത്യം ഇതാണ്. അതേപോലെ തന്നെ ഞാൻ ഈ ഒഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നു, അടി ഒരു വിഷയമാണ്, അടിച്ചിട്ടില്ല. ഉണ്ണിക്ക് ഇതുവരെ വന്ന ഒത്തിരിയധികം സിനിമകള് ഒരു പ്രോമിനന്റ് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ടോപ്പ് ചോദ്യങ്ങൾ വന്ന ഇവര് ഒത്തിരിയധികം സിനിമകള് ഇപ്പൊ വിപിൻ എന്ന് പറഞ്ഞ വ്യക്തി തടഞ്ഞ്, അതായത് ആൾക്ക് 5 വർഷത്തേക്ക് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞ് തടഞ്ഞെന്ന് പറയുന്നു. ഇപ്പൊ ഇതിനെതിരായിട്ട്, അതായത് നിലവിലെ ഒരു ആർട്ടിസ്റ്റിന് മാനേജർ വഴി അല്ലാതെ ഒരു രീതിയിൽ കഥ പറയാനുള്ള രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചിന്താഗതി ഉണ്ണിക്ക് വന്നിട്ടുണ്ടോ? ഒഫീഷ്യൽ ഇമെയിൽ ഐഡീസ് ഉണ്ട്, വെബ്സൈറ്റുകൾ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് പല സോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് ആൾക്കാർ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ അതൊന്നും തള്ളി പറയുന്നില്ല. ഇത്തരം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാനും ഇത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനും മനസ്സിലാക്കി, ഓക്കെ, ദാറ്റ് ഈസ് ജെനുവിൻലി ഇത്രയും സംഭവിക്കുന്നത്. പിന്നെ ഒരു പരിധി വരെ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിച്ചത്, ഓക്കെ, ഒരുപാട് ആൾക്കാർ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്ക് എല്ലാവരെയും ഒരേ സമയത്ത് മീറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ഇവർ പറയുന്ന അതേ സമയത്ത് എത്തിപ്പെടാനൊന്നും എനിക്കും പറ്റാണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ആ കാര്യത്തിൽ അങ്ങനെ ഇഷ്യൂ ആക്കിയിട്ടുണ്ട്. ഇത് സാധാരണ എല്ലാ നടന്മാരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, വളരെ സന്തോഷകരമായ കാര്യങ്ങളായിരിക്കും. ഒരു തിരക്ക് വരിക എന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഇതിനെ ചൊല്ലി നമ്മൾ ഒരിക്കലും തർക്കിക്കാൻ പോകുന്നില്ല. പക്ഷെ എന്നിലേക്ക് ആക്സസ് ചെയ്യാൻ ഞാൻ വളരെ ആക്സസിബിൾ ആയവരാണ്. ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പത്തിൽ എന്നെ മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോ ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാർ എന്നെ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചത് പറ്റിയില്ല, ഇയാളിൽ നിന്നുണ്ടായ ബാഡ് എക്സാമ്പിൾ ആയിട്ട് ഇട്ടപ്പോൾ ഞാനും അതിന് എടുത്തു പറഞ്ഞു. യെസ്, എന്താ